സോയ ചങ്ക്സും ഉരുളക്കിഴങ്ങും ഇട്ട കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു കുക്കർ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് അതൊന്ന് വഴറ്റാം. അതിലേക്ക് 1 കപ്പ് സവാള അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴന്നതിന് ശേഷം ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഈ സൈസിൽ അരിഞ്ഞിട്ട് അത് നമുക്ക് ഇതിനകത്ത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 3 പച്ചമുളക്, പിന്നീട് സോയ ചങ്ക്സ് വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരി 2 കഷ്ണമാക്കി മുറിച്ചിട്ടിരിക്കുന്നതാണ്. അതും കൂടെ ഇതിനകത്ത് ചേർത്തൊന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് പിന്നീട് ചുവന്ന മുളക് പൊടി 1 ടീസ്പൂൺ, എരിവ് അധികം വേണ്ട എങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. പിന്നീട് വെജിറ്റബിൾ മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇതെല്ലാം ഇട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റാം. ഇതിലേക്ക് 1 കപ്പ് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതും നന്നായി ഇളക്കി കുറച്ചു നേരം ചൂടാക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച്, അതായത് ഇതിൻ്റെ പകുതി വരെ വെള്ളം നിന്നാൽ മതി. ആ ഒരു ലെവലിന് വെള്ളം നിന്നിട്ട് നമുക്കിതെല്ലാം നന്നായി ഒതുക്കി കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വരേക്കും മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാവുന്നതാണ്. പ്രഷർ റിലീസ് ആയതിനു ശേഷം അത് തുറന്നു നോക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം പാകത്തിനാണോ എന്ന് നോക്കി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, ചോറ് ഇതിനൊക്കെ കൂടി നല്ല ഒരു സൈഡ് ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.